ഞാനല്പം താമസിച്ചു പോയി. സാരമില്ല, വേഗം കുളിച്ചിട്ട് വരും, ഊണ് കഴിക്കാം. ഞാൻ ഊണ് കഴിച്ചതാ. അത് പറ്റില്ല, ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ചെങ്കിലും കഴിക്കണം. മോനെവിടെ? അവൻ നന്നായിട്ട് ഉറങ്ങി. അവന്റെ ഒരു ഭാഗ്യം. എന്തോന്ന്? അവന് സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞല്ലോ. അവനല്ലെങ്കിലും ഭാഗ്യമുള്ളവനല്ലേ. ഞാൻ ആകെ ടയർഡാണ്. അതെന്നും പറയാറുള്ള വാചകമല്ലേ. ഇതാ നോക്കൂ, എന്നും നേരത്തെ വരാമെങ്കിൽ ക്ഷീണം തീർക്കാനുള്ള മരുന്ന് ഞാൻ തരാം. പകല് മുഴുവനും ഞാൻ ഒറ്റയ്ക്കിരുന്ന്, രാത്രിയിലെങ്കിലും അല്പനേരം നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാനിവിടെ കൂട്ടിനിരുന്നാൽ മറ്റു കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? എനിക്ക് കൂട്ടിന് എന്റെ ചേട്ടനല്ലാതെ വേറെ ആരാ ഉള്ളത്? എത്ര തിരക്കുണ്ടെങ്കിലും ഭാര്യയെ മറക്കുന്നത് ശരിയാണോ? മനഃപൂർവ്വമല്ലെന്ന് നിനക്കറിയില്ലേ? കാരണം എന്തായാലും ഫലം ഒന്നാണല്ലോ. ജീവിതത്തിൽ എന്നും എനിക്ക് ഏകാന്തതയായിരുന്നു. ഓർമ്മ വെച്ചപ്പോഴേ അമ്മ മരിച്ചു. കൂട്ടിന് സഹോദരങ്ങളില്ലായിരുന്നു. വിവാഹത്തിന് ശേഷമെങ്കിലും ആ ഏകാന്തത അവസാനിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ സൗമിനി, ഞാനിപ്പോ നിന്റെ കൂടെ ഇല്ലേ? എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ശരി, വരൂ. താങ്ക് യു. നീയാണ് ഭാര്യ. സിഗരറ്റ് മേടിച്ചു വെക്കുന്നത് ഭാര്യയുടെ ജോലിയാണോ? പല ജോലികളിലൊന്ന്. ഭർത്താവിന് വേണ്ടി എന്ത് ജോലി ചെയ്യാനും ഈ ഭാര്യ ഒരുക്കമാണ്. പക്ഷെ ഭർത്താവിനെ കിട്ടിയിട്ട് വേണ്ടേ? ആ, ഇന്നൊരു കാര്യം, നമ്മുടെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കേണ്ട ചേട്ടൻ എന്താ അവരെ ഒന്ന് കാണുക പോലും ചെയ്യാത്തത്? ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഭാര്യ അന്യയല്ല, അവളെ അന്യയെപ്പോലെ കരുതുന്നതാണ് അപകടം. നീ പറയുന്നത്? മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ചേട്ടനെ സഹായിക്കാനുള്ള അവസരമെങ്കിലും എനിക്ക് തന്നാൽ മതി. ശ്രമിക്കാം. ഒരു കാര്യം ചെയ്യൂ, ഒരു അസിസ്റ്റന്റിന്റെ ജോലിങ്ങനെ എനിക്ക് തരും. ഞാൻ ഈ എസ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചേട്ടൻ നോക്കിയാൽ മതി. ഓക്കെ? ഓക്കെ. എനിക്കൊരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകണം. ഞാനും വരാം. എവിടേക്ക്? എസ്റ്റേറ്റ് ഓഫീസിലേക്ക്. പുതിയ കാറല്ലേ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. ഇപ്പോഴും? അതെ, ചേട്ടനല്ലേ വേഗം പോണെന്ന് പറഞ്ഞു. വരൂ പ്ലീസ്. പെൺപട്ടിയെ കാണാനില്ല, പെൺകുട്ടിയെ കാണാനില്ല. കുരുമുളകിന്റെ വിലയിടിഞ്ഞ് 4 പേര് മരിച്ചു. അയ്യോ, എന്തോന്നാടാ? കുരുമുളകിന്റെ വിലയിടിഞ്ഞു, ബസ് അപകടത്തിൽ 4 പേര് മരിച്ചു. അത് വേറെ കോളവാ. അവന്റെ സ്വഭാവം നല്ലതോ ചീത്തയാകുന്നത് നമ്മളെ ആശ്രയിച്ചിരിക്കുന്നത്. ശരിയാണ്. നിയന്ത്രണങ്ങൾ കൂടുതലാകുമ്പോ അത് ലംഘിക്കാനുള്ള പ്രവണത മനുഷ്യനുണ്ടാകും. എന്റെ കാര്യം തന്നെ നിനക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനെ വളർത്തുന്ന രീതിയെക്കുറിച്ച് നീ എന്നോടൊന്നും പറയരുതെന്ന്. എതിരുണ്ടെങ്കിലും പറയാതിരുന്നാൽ പോരെ? തീർത്തിട്ട് അവിടെ ഇരിക്കുള്ളൂ. ഇനി ഞാൻ തരില്ല. കുറേശ്ശെ നിർത്തണമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ? നീ പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നിർത്താം. ഓ, പക്ഷേ ഇന്ന് മാത്രം പറ്റില്ല. ഇതിന്റെ അടിമയായവരുടെ കഥ അറിയാമല്ലോ. എന്റെ അടിമയായി ഇതിന്റെ കഥ നിനക്കറിയാമോ? കുറച്ചുകൂടി ഒഴിക്കേ. അച്ഛന് മരുന്ന് കൊടുത്തു. മോൻ കണ്ടോ? സൗമിനി, നീ മധുവിന് മരുന്ന് കൊടുത്തോ? കൊടുത്തോന്ന്? ഇല്ലെന്നേ. പിന്നെ മോൻ പറഞ്ഞതോ നീ കൊടുത്തെന്ന്? ഞാൻ കണ്ടതാ. ഇനി മേലാൽ മരുന്ന് കൊടുത്താൽ? സൗമിനി, മോൻ കാണുക ഇനി അവന് മരുന്ന് കൊടുക്കരുത്, പറഞ്ഞേക്കാം. കേട്ടോ? അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇനി മോൻ കാണുക എനിക്ക് മരുന്ന് തരരുത്.
വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും മോഹന് ഇവിടെ ഉണ്ടാവും. എല്ലാ സൗകര്യവും അവന് വേണ്ട സിസ്റ്റർ. അവിടെ സൗകര്യം കുറെ കൂടിപ്പോയി. ജീവിതം എന്താണെന്ന് അവൻ ഇപ്പോഴേ പഠിക്കട്ടെ. ട്രീസ, ഇത് മിസ് ട്രീസ, ഇവിടുത്തെ ഡാൻസ് ടീച്ചറാണ്. ഇത് മോഹൻ, പുതിയ സ്റ്റുഡന്റ് ആണ്. നമസ്കാരം. ഓക്കെ, യു ക്യാൻ സീ ദ ഡോർമെട്രി. യെസ്, വി ക്യാൻ ഗോ. നല്ല സ്കൂളല്ലേ? ഉം. നല്ല പ്രിൻസിപ്പാൾ. ഉം. ആ ഡാൻസ് ടീച്ചറും കൊള്ളാം. കൊള്ളാം. പിന്നെന്താ അവരെ കണ്ടപ്പോ മുതൽ ഒരു മൗനം? അവരെ മുൻപ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നന്നായിട്ട് ഡാൻസ് ചെയ്യുമോ? ആ, തരക്കേടില്ല. ഏതായാലും മകനെ കുറിച്ച് ഡാൻസും പാട്ടും പഠിക്കാമല്ലോ. നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളല്ല അവൾ. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. പെണ്ണിന്റെ മുഖഭാവം കണ്ടാൽ മനസ്സിലിരിക്കുന്ന അറിയാൻ വിഷമമുണ്ടോ? ഞാൻ മറ്റൊന്നും കരുതി പറഞ്ഞതല്ല. നീ എന്ത് കരുതിയാലും വിരോധമില്ല. എനിക്കവളെ നേരത്തെ അറിയാം. പക്ഷേ കുറച്ചു കാലമായി കാണാനില്ലായിരുന്നു. അവൾ എവിടെ ആയിരുന്നു എന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഈ വിശദീകരണത്തിന്റെ ഒരാവശ്യമില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ. ഇവിടെ കയറ്റി അയച്ചോ? അത് ഇന്നലെ പോയി. സ്പ്രേ ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ ആയി. ആ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് എന്റെ ഒരു സ്നേഹിതന്. അയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ചെയ്യാം സാർ. തൊഴിലാളികൾക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല സാർ. അവരിപ്പോ വളരെ ഹാപ്പി അല്ലേ? വെരി ഗുഡ്. എന്നാ വരൂ, നമുക്ക് ആ ഫാക്ടറിയിൽ പോകാം.